കോക്രോച്ച് ജനതാ പാർട്ടി അതായത് CJP ഭാരതത്തിലെ ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് വിളിച്ചിട്ടുള്ള പേരാണ് കൂറകൾ. അതായത് മലയാളത്തിലെ കൂറകൾ. ഈ കൂറകളായിട്ടുള്ള ആളുകളാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുടെ കൂട്ടത്തിൽ, ജെൻസിയുടെ കൂട്ടത്തിൽ, മില്യൻസിന്റെ കൂട്ടത്തിലൊക്കെ കൂടി വരുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഇന്നലെ അല്ലെങ്കിൽ നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ ഇത് സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത നമ്മളെ പോലത്തെ പല ആളുകളും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജോലിയും കൂലിയും ഇല്ല എന്ന് ഈ പറഞ്ഞ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ജന നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മൂവ്മെന്റ് ആണ് ഈ പറഞ്ഞ CJP. ഒരു പുതിയ പാർട്ടി, പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പാർട്ടി ഉണ്ടായിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന രസകരമായിട്ടുള്ള മാനിഫെസ്റ്റോസും ഇതിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കയറാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. Youngsters like cockroaches, they don't get any employment, they don't have any place in profession. Some of them become media, some of them become social media, some of them become RTI activists, some of them become another activists. And they start attacking him. മെയ് 15 ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് മെയ് 15 ഭാരതത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് രാജ്യത്തെ യുവാക്കളെ മൊത്തത്തിൽ, പ്രത്യേകിച്ച് ജോലി രഹിതരായിട്ടുള്ള, അതായത് ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളെ കൂറകളായിട്ടാണ് ഉപമിച്ചത്. അതായത് നിങ്ങളൊക്കെ വെറും കൂറകളാണ്, പാരസൈറ്റ്സ് ആണെന്നാണ് പുള്ളിയുടെ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള രോഷം ഉണ്ടായിട്ടുണ്ട്. അത് ശരി, ഈ രാജ്യത്ത് എന്തുകൊണ്ട് ജോലിയില്ല എന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് എന്തേ കണ്ണ് തുറന്ന് കാണുന്നില്ലേ? അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, ജോലിയില്ല, കൂലിയില്ല, ശമ്പളമില്ല, പൈസ ഇല്ല, പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്, അതായത് ഡീസലിന് വില കൂടുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു, എല്ലാം മുഞ്ചി തെറ്റിയിരിക്കുന്ന ഒരവസ്ഥ, ചോദ്യം ചോദിച്ചവനെ ജയിലിലിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ വന്നവനെ ED ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക CBI ആയിട്ടും NIA ആയിട്ടും കാണിച്ച് അവന്മാരെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിക്കുന്ന ഒരവസ്ഥ, രാജ്യത്ത് മൊത്തം ഒരു രീതിയിലും ഒരു കോണമില്ലാത്ത ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് കാണില്ല, കണ്ണ് തുറക്കില്ല. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കുത്തിപ്പൊട്ടിക്കും ആര്? നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ വിശ്വചക്കക്കുരു. അതുകൊണ്ട് ഇതൊന്നും കാണാണ്ട് ഇമാതിരി ചോദ്യം ചോദിച്ചതിനെതിരെ ഒരു കൂട്ടം യുവാക്കൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ പറയാനുള്ള ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിജിത്ത് ദീപ്ഖെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, പെട്ടെന്നൊരു പാർട്ടി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു പേജ്, വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത വെബ്സൈറ്റ് വിത്തിൻ അവേഴ്സിൽ 20,000, 30,000, 40,000 എന്നും പറഞ്ഞ ആൾക്കാർ ഇതിലോട്ടോട്ട് ഫോളോ ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം പേജിൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ 2 ദിവസം കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. രാജ്യത്തെ ജോലിയും കൂലിയില്ലാത്ത ജനങ്ങളെല്ലാവരും കൂടെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മുടെ CJP അല്ല കേട്ടോ, മാറിപ്പോകരുത്, BJP ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊക്കെ കൂറകളാക്കി കാണുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഭാരതീയല്ല, നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ അതാണ് പറയാൻ പോകുന്നത്. ഈ ഒരു നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലും കടുത്ത പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പരിഹാസപരമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് ചീഫ് ജസ്റ്റിസിൻ്റെ മറുപടി, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനുള്ള മറുപടിയായിട്ട് അഭിജിത്ത് ദീപ്ഖെ എന്നുള്ള യുവാവിൻ്റെ നേതൃത്വത്തിലാണ് പരിഹാസപരമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് പ്രസ്താവന രൂപീകരിച്ചിട്ടുള്ളത്. അതായത് ഈ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് 2 ദിവസത്തിനുള്ളിൽ 40,000-ഓളം ആളുകളാണ് ഈ ഒരു പാർട്ടിയിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മഹുവ മൈത്രനെ പോലത്തെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല ആളുകളും, അതുപോലെ തന്നെ രാജ്യത്ത് അതായത് വോയിസ് ഇല്ലാത്ത രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന പല നേതാക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു പരിഹാസപരമായിട്ടാണ് ഈ പാർട്ടി തുടങ്ങിയതെങ്കിലും ഇവർ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ മാനിഫെസ്റ്റോ 5 പോയിന്റുകളാണ്. അത് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള 5 പോയിന്റുകളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റാണ് വിരമിച്ചിട്ട് ശേഷമുള്ള പദവികൾ. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ശേഷം രാജ്യസഭാ MP-മാരാക്കി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടികൾ അവന്മാർക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന പരിപാടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്തിനാണ്? കുറേ കാലം രാജ്യത്ത് നീതിന്യായ വകുപ്പിലും, അല്ലെങ്കിൽ നീതിന്യായ കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു, രാജ്യത്തിൻ്റെ ശമ്പളം നേടി, പെൻഷൻ നേടിക്കൊണ്ടിരിക്കുന്നു, ജീവിതം സെറ്റിലായിട്ടുണ്ട്. ഇനി ഇപ്പറഞ്ഞ ആളുകൾ ഒരിക്കലും നിയമനിർമ്മാണത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാണ്ട് ഇപ്പറഞ്ഞ MP-മാരായിട്ട് വരുന്ന പരിപാടികൾ നിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് BJPക്ക് സഹകരിച്ചിട്ടുള്ള, BJPക്ക് വേണ്ട ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ള സകല ചീഫ് ജസ്റ്റിസുമാരും ഇന്ന് രാജ്യസഭാ MP-മാരായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ
പിരിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങളെ ഞങ്ങൾ രാജ്യസഭ MP ആക്കും. അപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ ഇരുന്ന് ചെയ്തോളാം. ആ പരിപാടി ഇനി വേണ്ട എന്നുള്ളത് ആദ്യത്തെ മാനിഫെസ്റ്റോ ആണ്. വ്യക്തമാണ് ഇത് ആർക്കിട്ട് കൊള്ളിച്ചതാണെന്നുള്ളത്. ഈ രണ്ടാമത്തെ മാനിഫെസ്റ്റോ ആണ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയിലുള്ള വോട്ടർമാരുടെ പേര് കൃത്യമായിട്ട് കൂട്ടിച്ചേർക്കുക, വെട്ടിക്കളയുക, തോന്നിയ പോലെ പ്രത്യേക മതവിഭാഗക്കാരൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുന്ന പരിപാടി കാണിക്കുന്ന ഏതൊരു ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും അവന്മാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തിട്ട് ജയിലിലേക്ക് അടച്ചോളണം എന്നാണ് രണ്ടാമത്തെ മാനിഫെസ്റ്റോ. അത് നമ്മുടെ ഗ്യാനുമോനെ എതിരെയാണ്, ഗ്യാനേഷ് കുമാറിനെ പോലത്തെ ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസുമാർ പച്ചക്ക് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്ക് എതിരെയുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തത് വനിതാ സംവരണം. അതായത് ഡിലിമിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇപ്പോഴത്തെ രാജ്യസഭാ സീറ്റിന്റെ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റിന്റെ ഭാഗമാക്കി അതിൽ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം എന്നുള്ളതാണ് വനിതാ സംവരണം എന്നുള്ള മൂന്നാമത്തെ മാനിഫെസ്റ്റോയിൽ ഇവർ കാണിക്കുന്നത്. അതായത് BJPക്ക് തോന്നിയ പോലെ രാജ്യത്തെ വെട്ടിമുറിച്ച് അല്ലെങ്കിൽ ഉത്തരേന്ത്യക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്ത് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യനെ വീക്കാക്കി രാജ്യം കാലാകാലം BJPക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീമിലിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ നിർത്തിയിട്ട് അതിനു പകരം അതില്ലാണ്ട് തന്നെ വനിതകൾക്ക് സംവരണം കൊടുക്കുക എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ചിന്തയാണ് മൂന്നാമത്തെ മാനിഫെസ്റ്റോയിലുള്ളത്. ഇനി നാലാമത്തെ മാനിഫെസ്റ്റോ മാധ്യമ സ്വാതന്ത്ര്യം. അതായത് നമ്മുടെ രാജ്യത്ത് 90% മാധ്യമങ്ങളും അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ അംബാനിക്കും അദാനിക്കും തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് തീരെഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വലിയ വിശ്വ ചക്കക്കുരു എന്ന് പറഞ്ഞ ജി. അപ്പം ഈ ജിക്ക് വേണ്ടിയിട്ട് ആ മാധ്യമങ്ങൾ ഗോദി മീഡിയ അഴിഞ്ഞും തിരിഞ്ഞും കിടന്നും മലന്നും കൊണ്ട് ന്യൂസ് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഊള പരിപാടികൾ കോർപ്പറേറ്റുകൾക്കുള്ള ഇത്തരത്തിലുള്ള മാധ്യമ സ്വാതന്ത്ര്യം അങ്ങോട്ട് ഒഴിവാക്കുക, അവരുടെ ലൈസൻസ് റദ്ദാക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നല്ല നല്ല മാധ്യമങ്ങൾ വരട്ടെ, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു സ്വാധീനം ഇല്ലാണ്ടിരിക്കട്ടെ, അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നുള്ളതാണ് നാലാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ മാനിഫെസ്റ്റോ കൂറുമാറ്റ നിരോധനം. അതായത് ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ രാഘവ് ചന്ദ ഇത്രയും കാലം യുവാക്കൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഘോരം പ്രസംഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് BJPയുടെ ഈ പറഞ്ഞ എന്താ പറയുക BJPയോട് പേടിയുള്ളത് കൊണ്ടും BJP കൊടുത്തിട്ടുള്ള നക്കാപ്പിച്ച നക്കി BJPയുടെ ഈ വാഷിംഗ് മെഷീനിലിട്ട് തിരിഞ്ഞ് BJP ആയിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മുൻ നേതാവായിട്ടുള്ള രാഘവ് ചന്ദനെ പോലത്തെ ആളുകൾ ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്മാർ 20 വർഷത്തേക്കെങ്കിലും ചുരുങ്ങിയത് ഈ പറഞ്ഞ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ MLA ഏതൊരു ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ മാനിഫെസ്റ്റോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഇപ്പം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി കാണിച്ചു കൂട്ടുന്ന ചെറ്റത്തരങ്ങൾക്കെതിരെയുള്ള മാനിഫെസ്റ്റോസാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും 4 ദിവസം കൊണ്ട് ഈ ഒരൊറ്റ പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിനോട് ചേർന്നിട്ടുള്ള ആളുകൾ 20 ലക്ഷമാണ്. ഞാൻ 20 ലക്ഷം എന്ന് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഫോളോവേഴ്സാണ്. ഇനി ഇത് ഏത് രീതിയിലാണ് സ്പ്രെഡ് ആവാൻ പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി എത്രയും പെട്ടെന്ന് ഇവരുടെ പേജുകളും ഇവരുടെ ഇൻസ്റ്റാ പേജ്, ഇവരുടെ ഫേസ്ബുക്ക് പേജ്, ഇവരുടെ മറ്റ് വെബ്സൈറ്റുകളടക്കം സകലതും BJP ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ എന്താ പറയുക സ്പോക്ക് പേഴ്സൺസ് ഇന്നലെ വന്ന് ചില ലൈവ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ചെറിയ പാർട്ടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കി ഏത് രീതിയിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി കിടുകിടാ വറച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പുള്ളിയുടെ ഈ ഒറ്റ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ട് പോവാം. Hello guys, so as you might have seen that many attempts are being made to hack our accounts and यार ये सब देखकर ना मुझे काफी हंसी आ रही है टू बी ऑनेस्ट कि क्या ही डरपोक लोग हैं यार ये, मतलब सोचो 20-21 साल के बच्चों से डर गए ये. അപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ കിടുകിട വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ തുടക്കം തന്നെ അവർ ഹാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് യുവാക്കൾ ഇത്തരത്തിൽ ചിന്തിച്ചത്, രാജ്യത്ത് എന്തുകൊണ്ടാണ് തൊഴിലില്ലാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് എന്നുള്ളത് പച്ചക്ക് നമുക്കറിയാം. കാരണം പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഈ യുവാക്കൾ ഇത്തരത്തിലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ആവശ്യമില്ലാണ്ട് എന്താ പറയുക കൂറകളായിട്ടിരിക്കുക അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ടിരിക്കുക എന്നാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അപ്പം എന്തുകൊണ്ടാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് BJPനെ ചോദ്യം ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. നീറ്റ് എക്സാം പോലത്തെ ദേശീയ തലത്തിലുള്ള എക്സാമുകളൊക്കെ വെറും നക്കാപ്പിച്ച പൈസ വരെ വാങ്ങിച്ചിട്ട് BJP നേതാക്കൾ അട്ടിമറച്ചു കഴിഞ്ഞാൽ, അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാ തുറക്കാൻ പറ്റാത്ത മന്ത്രിമാരുള്ള രാജ്യം, അല്ലെങ്കിൽ അതിനെ വാ തുറന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാവപ്പെട്ട കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ വന്ന് എക്സാം ചുമ്മാ അങ്ങ് മാറ്റി വെക്കുമ്പം അതിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ അളവോ അല്ലെ കണക്കോ എടുക്കാണ്ട് കണ്ണടച്ചിരിക്കുന്ന സർക്കാരിനെതിരെ, അതല്ലെങ്കിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹോം മിനിസ്റ്ററുടെ കൂടെ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റം തന്നെ കറപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഇനി അത് മാത്രമല്ല നമ്മുടെ അവസ്ഥ, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ, നമ്മുടെ സാമ്പത്തിക പോളിസി അടിത്തറനെ പറ്റി ചോദ്യം
ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ പറ്റി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ മാധ്യമ പ്രവർത്തകരുടെ ഫ്രീഡം, അതായത് നമ്മുടെ എന്താ പറയുക മീഡിയ ഫ്രീഡത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാ തുറക്കാത്ത പ്രധാനമന്ത്രി ഒന്ന് വാ തുറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ ഏത് രീതിയിൽ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കാമെന്ന് ചിന്തിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJPയോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ കൂറകളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കൂറകൾ പെരുകും. ആ കൂറകൾ പെരുകുകയും ചെയ്യും. രാജ്യം മൊത്തത്തിൽ അവന്മാർ മെഴുകി തീർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു മൂവ്മെൻറ്റിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പേടിക്കണം, പേടിച്ചേ പറ്റൂ. പേടിച്ചിട്ടില്ലെങ്കിൽ രാജ്യം അടുത്ത് തന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിലോട്ട് മാറിപ്പോകും. അപ്പം ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റിന് പല ദേശീയ നേതാക്കളും, പ്രത്യേകിച്ച് മഹ്മൂദ് മൈത്രനെ പോലത്തെ മറ്റ് പല എന്താ പറയുക നാഷണൽ ഇൻ്റർനാഷണൽ നേതാക്കളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെറിയൊരു മൂവ്മെൻ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ. കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ അതിന് കൊടുക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക തന്നെ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറും. രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, രാജ്യത്തൊരു ജോലി ചെയ്ത് ജീവിക്കണമെങ്കിൽ, രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, രാജ്യത്ത് മതത്തിൻ്റെ പേരിലും വിദ്വേഷത്തിൻ്റെ പേരിലും തമ്മിലടിക്കാണ്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ മാറിയിരിക്കണം. അവിടെ സംഘികളോ കൃസംഘികളോ മുസംഘികളോ ഈ പറഞ്ഞ ഒരു സാധനങ്ങൾക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെ പറ്റിയെന്നുള്ളത് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക, നോക്കാം.